ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ കൈകൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അതായത് ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം ഉണ്ടായാൽ ഓരോ സെക്കൻഡും അത്രയധികം വിലപ്പെട്ടതാണ്. ഓരോ നിമിഷം വൈകുന്തോറും ആ വ്യക്തി രക്ഷപ്പെടാനുള്ള സാധ്യത ശരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ നിങ്ങൾ ആദ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. ചിലപ്പോൾ അതായിരിക്കും ആ ജീവനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു വ്യത്യാസമുണ്ടാക്കുന്നത്. ഇതൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുകയാണ്. നിങ്ങളുടെ കൺമുന്നിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. സത്യം പറഞ്ഞാൽ ആരായാലും ഒന്ന് പേടിച്ചു പോകും, അല്ലേ? എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ചിലപ്പോൾ തരിച്ചു നിന്നു പോകും. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി എന്ത് ചെയ്യണമെന്നറിയാമെങ്കിൽ ആ പേടിയെ മറികടന്ന് ആ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനത്തെക്കുറിച്ചാണ്. പലരും ഇതിനെ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതവുമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം ബ്ലോക്കാവുന്നതാണ്. പക്ഷേ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയം അങ്ങ് നിന്നുപോവാണ്. മിടിപ്പ് തന്നെ പൂർണ്ണമായിട്ട് നിലയ്ക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം കംപ്ലീറ്റായിട്ട് ഇല്ലാതാവുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യും? ഭാഗ്യത്തിന് നമ്മളെ സഹായിക്കാൻ വ്യക്തമായൊരു പ്ലാനുണ്ട്. അതിന് നമ്മൾ ചെയിൻ ഓഫ് സർവൈവൽ അല്ലെങ്കിൽ അതിജീവനത്തിന്റെ ശൃംഖല എന്ന് പറയും. ശരിക്കും ഒരു ജീവൻ രക്ഷിക്കാനുള്ള വഴികാട്ടുന്ന ഒരു റോഡ് മാപ്പ് പോലെയാണിത്. ഈ ചെയിൻ ഓഫ് സർവൈവലിന് 6 പ്രധാന കണ്ണികളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 3 തുടങ്ങിവെക്കുന്നത് നിങ്ങളെപ്പോലെ അവിടെ നിൽക്കുന്ന ഒരാളായിരിക്കും. ഏതൊക്കെയാണെന്നോ? 1. ആ അവസ്ഥ തിരിച്ചറിയുക, എന്നിട്ട് സഹായത്തിന് വിളിക്കുക. 2. ഉടനെ തന്നെ CPR തുടങ്ങുക. 3. AED ഉപയോഗിക്കുക. ഈ 3 ആംബുലൻസ് വരുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളിലാണ് ഒരുപക്ഷെ ആ ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിർണായക നിമിഷങ്ങളിൽ ചെയ്യേണ്ട ആ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. വളരെ സിമ്പിളാണ്. പരിശോധിക്കുക, വിളിക്കുക, അമർത്തുക. ചെക്ക്, കോൾ, കംപ്രസ്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തേത് ചെക്ക് അഥവാ പരിശോധിക്കുക. ആ വ്യക്തിയുടെ തോളിൽ നല്ല ശക്തിയായിട്ട് തട്ടിയിട്ട് ഉറക്കെ ചോദിക്കുക, ഹലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പ്രതികരണമുണ്ടോ എന്ന് നോക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ചിലപ്പോൾ കിതക്കുന്നത് പോലെയോ ഞെറങ്ങുന്നത് പോലെയൊക്കെ ശബ്ദമുണ്ടാക്കാം. അതൊന്നും സാധാരണ ശ്വാസമല്ല. ഇനി രണ്ടാമത്തേത് കോൾ, അതായത് വിളിക്കുക. ഒരു പ്രതികരണവുമില്ലെങ്കിൽ പിന്നെ ഒട്ടും വൈകരുത്. ഉടൻ സഹായത്തിന് വിളിക്കണം. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ ഒരാളെ ചൂണ്ടിപ്പറയുക, ഹേയ്, നിങ്ങൾ പെട്ടെന്ന് ആംബുലൻസിന് വിളിക്ക്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ട് എമർജൻസി നമ്പറിലേക്ക് വിളിക്കുക. 3ാമത്തെ സ്റ്റെപ്പ് കംപ്രസ്, അമർത്തുക. വിളിച്ച ഉടനെ 1 സെക്കൻഡ് പോലും കളയാതെ നെഞ്ചിന് നടുവിൽ ശക്തിയായിട്ട് അമർത്താൻ തുടങ്ങുക. ഇന്ത്യയിലെ എവിടെയായിരുന്നാലും സഹായത്തിനായിട്ട് വിളിക്കേണ്ട നമ്പറുകളാണ് 108, പിന്നെ 112. ഈ നമ്പറുകൾ മറക്കാതെ ഓർത്തുവെക്കണം. എത്രയും പെട്ടെന്ന് സഹായം എത്തുന്നുവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ CPRന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അതായത് എങ്ങനെ നെഞ്ചിൽ അമർത്താം എന്നതിലേക്ക്. ഓർക്കേണ്ട കാര്യം ഇത്രയുള്ളൂ. നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. നിന്നുപോയ ഹൃദയത്തിന് പകരമായിട്ട് പുറത്തുനിന്നുള്ള ഒരു പമ്പായി നിങ്ങളുടെ കൈകൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്നു. അതാണ് ലക്ഷ്യം. കൈകൾ വെക്കേണ്ട ശരിയായ രീതി ഇതാണ്. നിങ്ങളുടെ ഒരു കൈപ്പത്തിയുടെ താഴത്തെ ഭാഗം, ആ കട്ടിയുള്ള ഭാഗമില്ലേ, അത് നെഞ്ചിന്റെ കൃത്യം നടുവിൽ നെഞ്ചെല്ലിന് മുകളിലായിട്ട് വെക്കുക. മറ്റേ കൈ അതിനു മുകളിൽ കോർത്തു പിടിക്കുക. ഇനി കൈമുട്ടുകൾ ഒട്ടും മടക്കരുത്, നേരെ പിടിക്കണം. നിങ്ങളുടെ തോളുകൾ കൈകൾക്ക് നേരെ മുകളിലായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ശരീരഭാരം മുഴുവൻ ഉപയോഗിച്ച് നേരെ താഴേക്കമർത്തുക. CPR ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ, 2 നമ്പറുകൾ നമ്മൾ ഓർത്തിരിക്കണം. അതിൽ ഒന്നാമത്തേത് വേഗതയാണ്. 1 മിനിറ്റിൽ ഏകദേശം 100നും 120നും ഇടയിൽ തവണ അമർത്തിയിരിക്കണം. ഈ ഒരു വേഗത കിട്ടാൻ ഒരു എളുപ്പവഴിയുണ്ട്. നല്ല വേഗതയുള്ള ഏതെങ്കിലും പാട്ടിന്റെ താളം മനസ്സിലോർത്താൽ മതി. ഓക്കെ, 2ാമത്തെ നമ്പർ ആഴമാണ്. ഓരോ തവണ അമർത്തുമ്പോഴും നെഞ്ച് കുറഞ്ഞതൊരു 2 ഇഞ്ച്, അതായത് ഒരു 5 സെന്റിമീറ്റർ താഴേക്ക് പോകണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വേണ്ടത്ര ആഴത്തിൽ അമർത്തിയില്ലെങ്കിൽ തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തമെത്തില്ല. അതുകൊണ്ട് ശക്തിയായിട്ട് നല്ല ആഴത്തിൽ തന്നെ അമർത്താൻ ഒരു മടിയും വിചാരിക്കരുത്. പലർക്കും തോന്നുന്നൊരു സംശയമാണ്, അയ്യോ, എനിക്ക് CPR ചെയ്യാൻ ട്രെയിനിംഗ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയാണ് ഹാൻഡ്സ് ഓൺലി CPR. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മെഡിക്കൽ സഹായം എത്തുന്നതുവരെ നിർത്താതെ നെഞ്ചിൽ അമർത്തിക്കൊണ്ടേയിരിക്കുക. ശ്വാസം കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 30 തവണ അമർത്തിയതിനു ശേഷം 2 ശ്വാസം കൊടുക്കുന്ന രീതി പിന്തുടരാം. പക്ഷെ വീണ്ടും പറയുന്നു, ഏറ്റവും പ്രധാനവും നിർത്താതെയുള്ള ആ നെഞ്ചിലെ അമർത്തലാണ്. ഇനി മറ്റൊരു പേടി, ഞാനിങ്ങനെ അമർത്തുമ്പോൾ വാരിയെല്ല് വല്ലതും പൊട്ടുവോ?
അങ്ങനെ ഒരു പേടി വേണ്ട. ഈ വാചകം എപ്പോഴും ഓർക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം ഹൃദയം നിലച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ സഹായം അവർക്കൊരു ദോഷവും ഉണ്ടാക്കില്ല, ഗുണമേ ചെയ്യൂ. അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നതാണ്. ഈ ഒരു ഉപകരണം ചിലപ്പോൾ നിങ്ങൾ എയർപോർട്ടിലോ വലിയ ഷോപ്പിംഗ് മാളുകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഇതാണ് AED അഥവാ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഇതിനെ കാണുമ്പോൾ പേടിയൊന്നും തോന്നേണ്ട. ഇത് ഉപയോഗിക്കാൻ ഡോക്ടറാവുകയോ നേഴ്സാവുകയോ ഒന്നും വേണ്ട. ആ പെട്ടി തുറന്ന് അതൊന്ന് ഓൺ ചെയ്താൽ മതി. ബാക്കി എന്ത് ചെയ്യണമെന്ന് അതുതന്നെ നമ്മളോട് പറയും. ഓരോ സ്റ്റെപ്പും മലയാളത്തിലോ ഇംഗ്ലീഷിലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ CPR ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് നിർത്തേണ്ടത്? ആംബുലൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം വന്ന് നിങ്ങളോട് ഓക്കെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം, നിർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മാത്രം നിർത്തിയാൽ മതി. അതോടുകൂടി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ മെഡിക്കൽ ടീം വന്ന് ഏറ്റെടുക്കുമ്പോൾ അവർ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് അഥവാ ACLS എന്ന് പറയുന്നത്. അതായത് അവർ IV വഴി മരുന്നുകൾ കൊടുക്കും, ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന പുതിയ ഉപകരണങ്ങൾ ഉപയോഗിക്കും, ഹൃദയത്തിന്റെ താളമൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകും. ഇതൊക്കെ ട്രെയിനിങ് കിട്ടിയ പ്രൊഫഷണലുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഫഷണൽ സഹായം എത്തുന്നതുവരെയുള്ള സമയത്ത് ഒരു പാലമായിട്ട് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. നിങ്ങൾ കൊടുക്കുന്നത് അതിജീവനത്തിനുള്ള ഒരവസരമാണ്. അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈ 2 കൈകൾ മാത്രം മതി. ഓർക്കുക, നിങ്ങളൊരു ഡോക്ടറോ നേഴ്സോ ആവേണ്ട ഒരു കാര്യവുമില്ല. വേണ്ടത് ഒന്നേ ഉള്ളൂ, സഹായിക്കാൻ തയ്യാറുള്ളൊരു മനസ്സും പിന്നെ ഈ 2 കൈകളും. ഒരുപക്ഷേ നിന്നുപോയൊരു ഹൃദയത്തെ വീണ്ടും മിടിപ്പിക്കാൻ, ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമല്ല, ഇനി എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ചോദ്യം ഇത്രയുള്ളൂ, അങ്ങനൊരു സാഹചര്യം മുന്നിൽ വന്നാൽ ആ ജീവൻ രക്ഷിക്കാനായി മുന്നോട്ട് വരാൻ നിങ്ങൾ തയ്യാറാണോ?